പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാലോണ നാളിലെ പുലിക്കളിക്ക് തൃശൂരിൽ കൊടിയേറി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി. 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കയ്പമംഗലം സ്വദേശിനി മരിച്ചു. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണക്കാലത്തെ വരവേറ്റ് അത്തം പിറന്നു. ഇനി 10 നാൾ പൂവിളികളുടെയും പൂക്കളത്തിന്റെയും ആഘോഷം. ഓണക്കോടിയും പുലിക്കളിയും ഓണസദ്യയും ഒക്കെയായി സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണമെത്താൻ ഇനി 10 നാൾ. മലയാളിയുടെ മനസ്സിലും വീടുകളിലും പൂവിളിയുടെ ആരവം ഉയരുകയാണ്. അത്തം പിറന്നാൽ പിന്നെ ഓരോ ദിവസവും തിരുവോണത്തിനായുള്ള കാത്തിരിപ്പിലാണ്. പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും നല്ല നാളുകളുടെ ഓർമ്മകളാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. ഇത്തവണ അത്തം തുടങ്ങി 11ാം നാളിലാണ് തിരുവോണം. പല നക്ഷത്രങ്ങളും ഒരു ദിവസത്തിലേറെ ദൈർഘ്യം വരുന്നതിനാൽ ആണിത്. അതിനാൽ ഇത്തവണ 11 ദിവസം പൂക്കളം ഇടേണ്ടി വരും. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഇത്തവണയും അത്തപ്പൂക്കളം ഒരുക്കി. സാംസ്കാരിക നഗരി ഓണാഘോഷത്തെ വരവേറ്റു. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 18ാമത് അത്തപ്പൂക്കള സമർപ്പണത്തിന് പി. ബാലചന്ദ്രൻ MLA കൊടിയേറ്റി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ ദീപം തെളിയിച്ച് പൂക്കളം സമർപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പി. ബാലചന്ദ്രൻ MLA ഓണസന്ദേശം നൽകി. ACP സലീഷ് N. ശങ്കർ, സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഷോബി ടി. വർഗീസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചെണ്ടമേളങ്ങളും കുമ്മാട്ടിക്കൂട്ടങ്ങളും ആഘോഷങ്ങൾക്ക് അകമ്പടിയേകി. ഭക്തജനങ്ങൾക്ക് പുറമെ പ്രഭാത സവാരിക്കാർ, മധ്യാഹ്നങ്ങളിൽ മൈതാനത്ത് വിശ്രമം തേടിയെത്തുന്നവർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മൈതാനത്തെ ചീട്ടുകളി സംഘങ്ങൾ, സായാഹ്നങ്ങളിൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നവർ തുടങ്ങി വലിയൊരു ജനാവലിയാണ് പൂക്കളമൊരുക്കുന്നതിൽ പങ്കാളികളായിരിക്കുന്നത്. ചെണ്ടുമല്ലി, മന്ദാരം, ജമന്തി, തുളസി തുടങ്ങിയ വിവിധ ഇനങ്ങളായ 1500ഓളം കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് 60 അടി വലുപ്പമുള്ള ഭീമൻ അത്തപ്പൂക്കളം തയ്യാറാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. നാലോണ നാളിൽ തൃശൂരിലെ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. നടുവിലാലിൽ മേയർ MK വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു. ലോകമലയാളികൾ കാത്തിരിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമാണ് പുലിക്കളിയെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളി വളരെ ഭംഗിയായി നടത്തുമെന്നും മേയർ പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, AK സുരേഷ്, പുലിക്കളി സംഘം ജനറൽ കൺവീനർ രാഹുൽ നാഥ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോലഴി പൂമ്പാറ്റ ടീമിന്റെ ചെണ്ടമേളവും കൊടിയേറ്റത്തിന് അകമ്പടിയായി. ഇത്തവണ 9 പുലിക്കളി ടീമുകളാണുള്ളത്. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാമിൽ, ചക്കാമുക്ക്, വിയ്യൂർ, പാട്ടുരായ്ക്കൽ, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, നായ്ക്കനാൽ എന്നീ സംഘങ്ങൾ നാലോണ നാളിൽ നഗരം കീഴടക്കാനിറങ്ങും. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വെളിയന്നൂർ പുലിക്കളി സംഘം ഇറങ്ങുന്നത്. 2012 നടന്ന പുലിക്കളിയിൽ വെളിയന്നൂർ ദേശം നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഒന്നിനൊന്ന് വീറും വാശിയോടെയുമാണ് ഇത്തവണ ഓരോ പുലിക്കളി സംഘവും നഗരത്തിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ നടപടി തുടരും. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഗതാഗതക്കുരുക്ക് ഏറെക്കുറെ പരിഹരിച്ചതായാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചത്. സർവീസ് റോഡുകൾ ഗതാഗതയോഗ്യമാക്കിയതായും NHAI പറഞ്ഞു. ഓണക്കാലമായതിനാൽ ടോൾ പ്ലാസയിൽ വാഹനത്തിരക്കേറുമെന്നും ഇത് വീണ്ടും കുരുക്കിനിടയാക്കുമെന്നുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ വാദം കോടതി അംഗീകരിച്ചു. സെപ്റ്റംബർ 9 കേസ് വീണ്ടും പരിഗണിക്കും.
3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ 32 വയസ്സുള്ള ഐശ്വര്യാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ടയർ കയറിയിറങ്ങി. കൂടെയുണ്ടായിരുന്ന ഭർതൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. പട്ടിക്കാട് പീച്ചി റോഡ് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനമിടിച്ച് അപകടം. വാഹനത്തിന്റെ ഡ്രൈവർ 1 മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. പുലർച്ചെ 3:30 അപകടമുണ്ടായത്. മേട്ടുപ്പാളയത്തു നിന്നും തേങ്ങ കയറ്റി എറണാകുളത്തേക്ക് വരികയായിരുന്നു. വാനിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് സ്പീഡ് ട്രാക്കിൽ വാഹനം നിർത്തിയിട്ടിരുന്നു. ഡ്രൈവർ ജാക്കി എടുക്കുന്നതിനിടയിലാണ് പുറത്തിറങ്ങിയപ്പോഴാണ് മറ്റൊരു വാഹനം ഇടിച്ചു കയറിയത്. നാഗപട്ടണത്തിൽ നിന്നും വാടാനപ്പള്ളിയിലേക്ക് ചെമ്മീൻ കയറ്റി വരികയായിരുന്നു പിക്കപ്പ് വാനാണ് ഇടിച്ചു കയറിയത്. പിന്നിലിടിച്ച പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് 1 മണിക്കൂറോളം വാഹനത്തിൽ കുടുങ്ങിക്കിടന്നത്. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും പീച്ചി പോലീസും ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാറിനെ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. രാഹുൽ മാങ്കുട്ടത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഹുലിനെതിരെ നടപടിയെടുത്ത് ഹൃദയവേദനയോടെയെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണം ഉയർന്നപ്പോൾ മുഖം നോക്കാതെ നടപടി മാർഗമാണ് മുന്നിലുണ്ടായിരുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CPM അഹങ്കരിക്കേണ്ടതെന്നും ചില കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും സതീശൻ പറഞ്ഞു. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയിലേക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മജിസ്ട്രേറ്റ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. നിയമവശങ്ങൾ വിശദമായി പരിശോധിക്കും. വിജിലൻസിൽ നിന്ന് കോടതി റിപ്പോർട്ട് തേടി ആരാണ് അന്വേഷണം നടത്തിയതെന്ന് വാദത്തിനിടെ കോടതി ചോദിച്ചു. DYSP അല്ല അന്വേഷിക്കേണ്ടത്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കും. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടിയില്ല. DGPയുടെ റിപ്പോർട്ടിന്മേൽ താക്കീത് നൽകാനാണ് സർക്കാർ തലത്തിലെ ആലോചന. പൂരം കലക്കലിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മുൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിന്റെ ഇടപെടലുകൾ അന്വേഷിച്ചത്. തൃശൂർ പൂരം അലങ്കോലമായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടും ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ഇടപെട്ടില്ല എന്നായിരുന്നു കണ്ടെത്തൽ. കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത്. ഇത് അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി ഫയൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന P. വിജയന്റെ ആരോപണവും ശരിവെച്ച് രണ്ടാമത്തെ റിപ്പോർട്ടും നൽകി. ഇതും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഫയൽ അയച്ചു. എന്നാൽ 2 റിപ്പോർട്ടുകളും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരന് സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തത്. റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അജിത് കുമാറിനെ പോലീസിൽ നിന്ന് എക്സൈസിലേക്ക് മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ടെന്നും സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. മുൻ DGPയുടെ റിപ്പോർട്ടിൽ ഈ ശുപാർശ എഴുതി ചേർത്തു. ഇതോടെ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം താക്കീത് നൽകി അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം 50 സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുകയെന്ന ആവശ്യവുമായി SDPI തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധ യോഗം SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. അജ്മൽ ഇസ്മായിൽ, TM അക്ബർ, യഹിയ മംഗലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടുകൊള്ളക്കെതിരെ അതിന്റെ ഭാഗമായാണ് കേരളത്തിലുള്ള നമ്മുടെ കേരളപ്പിറവിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ശുദ്ധിച്ചടങ്ങുകളും പുണ്യാഹവും നടത്തി. തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കുളത്തിന്റെ പുണ്യാഹം നടത്തിയത്. 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിച്ചു. ഗുരുവായൂരപ്പനും ഉപദേവന്മാർക്കും ശുദ്ധി പുണ്യാഹ ചടങ്ങുകൾ നടത്തി. ഉച്ചയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രനടയടച്ചു. അതുവരെ ഭക്തരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ ഇറങ്ങി റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്നാണ് പുണ്യാഹവും ശുദ്ധീകരണ ചടങ്ങുകളും നടത്താൻ ദേവസ്വം തീരുമാനിച്ചത്. ഇവർക്കെതിരെ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാവറട്ടി പെരിങ്ങാട് സ്വദേശിയായ ബാർ ജീവനക്കാരനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. വരടിയം ചീരക്കാട്ടുകുടിയിൽ രാഹുലിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ബാർ ജീവനക്കാരനെയും സഹപ്രവർത്തകനെയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ദേശമംഗലത്ത് ഉപയോഗശൂന്യമായ പാറമടയിൽ ഉടമയായ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന പൂങ്കോഴി മുണ്ടത്ത് വീട്ടിൽ രവിയാണ് മരിച്ചത്. മോട്ടോർ കേടുവന്നതിനെ തുടർന്ന് നന്നാക്കാനായി പോയതായിരുന്നു. ഏറെ വൈകിട്ടും കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പഴനി അയിനൂരിൽ അതിഥി തൊഴിലാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി 34 വയസ്സുള്ള അബ്ദുൾ കലാം ആസാദാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഭീതി പരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗബാധ കാണപ്പെടുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 18 പേരാണ് രോഗബാധ മൂലം ചികിത്സയിലുള്ളത്. അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. 97% മരണനിരക്കുള്ള രോഗമാണിത്. വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയുമാണ് ഉണ്ടാകുന്നത്. അണുബാധയുണ്ടായ ആദ്യ ദിനം മുതൽ 9 ദിവസങ്ങളിലേക്കുള്ളിൽ രോഗലക്ഷണം പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഛർദി, വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവ രോഗലക്ഷണങ്ങളാണ്. റിസോർട്ടുകൾ, ഹോട്ടൽ ഉടമകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ ജലം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാനത്ത് ഈ മാസം 30, 31 തീയതികളിൽ ആരോഗ്യവകുപ്പ് ജനകീയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കഴിയുന്ന അന്തേവാസികൾക്കുള്ള വാർഷിക ഗ്രാന്റ് ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മദർ തെരേസ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N. അലി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാനവികതയുടെയും ജീവകാരുണ്യത്തിന്റെയും പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന ആ മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കുമ്പോൾ ഇന്ന് സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധ ഓർഫനേജ് വകുപ്പിന്റെ മുദ്രാവാക്യം
തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് മദർ തെരേസയെ അനുസ്മരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഡയാലിസിസ് വാർഡ് തുറന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം പദ്ധതിയുടെ സഹകരണത്തോടെ 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ വാർഡ് ഒരുക്കിയത്. നേരത്തെ 12 ഡയാലിസിസ് മെഷീനുകളാണ് ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നത്. പുതുതായി 4 മെഷീനുകൾ കൂടി സ്ഥാപിച്ചു. നിലവിൽ ദിവസവും 20 പേർക്കാണ് ഡയാലിസിസ് സേവനം നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാർക്ക് കീഴിൽ 3 നഴ്സുമാരും 7 ടെക്നീഷ്യന്മാരും ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുല്ലശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡ് തിരുനെല്ലൂരിലെ പ്രധാന റോഡുകൾ തകർന്നതിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് MA സുബൈർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ അബൂക്കാട്ടിൽ, MB സൈദു മുഹമ്മദ്, PM അബ്ദുൾ, സലാം റഷീദ്, മതിലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് കാളത്തോട് ഡിവിഷനിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിനെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ ധർണ നടത്തി. ചട്ടലംഘനത്തിന് നേതൃത്വം നൽകിയ കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. ധർണ BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. BJP കാളത്തോട് ഡിവിഷൻ കൺവീനർ ഷിബു ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം EM ചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി നിമേഷ് പല്ലിശ്ശേരി, പ്രദീപ്, CK ബിന്ദു, രമേശ് എന്നിവർ സംസാരിച്ചു. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. വേടന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. വേടൻ ലൈംഗികാതിക്രമം നടത്തിയ പരാതിയിൽ മറ്റൊരു കേസ് എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2020 കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. കുടിശ്ശിക വരുത്തിയതിന് കൊടുങ്ങല്ലൂർ മേഖലയിൽ 250 കണക്ഷനുകൾ ജല അതോറിറ്റി വിച്ഛേദിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ, എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കണക്ഷനുകളാണ് വിച്ഛേദിച്ചത്. ബില്ല് ലഭിച്ച് 1 മാസത്തിനുള്ളിൽ തുക അടയ്ക്കേണ്ടതാണെന്നും കേടായ മീറ്റർ 2 മാസത്തിനകം മാറ്റി സ്ഥാപിക്കണമെന്നും ജല അതോറിറ്റി അറിയിച്ചു. ഇത് പാലിച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ജല അതോറിറ്റി മാള സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇടവേള. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. വാർത്തയിലേക്ക്. നെന്മണിക്കര പഞ്ചായത്തിൽ കലാകായിക മേളയ്ക്ക് തുടക്കമായി. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ഗായകൻ അമൽ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു.
സാമവേദ ആവണി അവിട്ടം തമിഴ് ബ്രാഹ്മണർ ആഘോഷിച്ചു. പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സമൂഹം പ്രസിഡന്റ് ദേവനാരായണൻ, സെക്രട്ടറി എസ് ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ദേശാഭിമാനി തൃശൂർ യൂണിറ്റിന്റെ 25ാം വാർഷികാഘോഷം തൃശൂർ പെരുമ എന്ന പേരിൽ ഈ മാസം 30-31 തീയതികളിലായി നടക്കും. കേരളവർമ്മ കോളേജിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സെമിനാറുകൾ, സിംബിയോസികൾ, പ്രദർശനങ്ങൾ, ഭക്ഷ്യമേള തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ MV നാരായണൻ, ജനറൽ കൺവീനർ KV അബ്ദുൾ ഖാദർ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ IP ഷൈൻ, അക്കാദമിക് കൺവീനർ ഡോക്ടർ കാവുംബായ്, ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സക്ഷ്മ ദിവ്യാംഗ സേവാ കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. പൊതുസമ്മേളനം സിനി ആർട്ടിസ്റ്റ് ശ്രുതി ജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VR രവീന്ദ്രനാഥ്, ജില്ലാ സെക്രട്ടറി EN സൂരജ്, ജില്ലാ പ്രസിഡന്റ് NK ഷൈജു, ബിന്ദു ശശികുമാർ, ഉണ്ണികൃഷ്ണൻ മേനോൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണേശ സംഗീതോത്സവം സംഘടിപ്പിച്ചു. ക്ഷേത്രം ഊരാളൻ മണക്കുളം ദിവാകര രാജ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബീദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചന, ഗുരുവാർ ജ്യോതിർദാസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചരത്ന അഷ്ടപതി എന്നിവയും ഉണ്ടായിരുന്നു. കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗവും കാർഷിക സ്ത്രീ പഠന കേന്ദ്രവും പഞ്ചായത്തും സംയുക്തമായി സാങ്കേതിക വിദ്യാദിനം സംഘടിപ്പിച്ചു. വേലൂർ, കീരാലൂർ, മച്ചിങ്ങൽ ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഡോക്ടർ S ദർശന, ഫാദർ ഡേവിസ് ചിറമൽ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും ഇവിടെ നോക്കാം. സാർ ഇവിടെ നോക്കാം, എല്ലാവരും ഇവിടെ നോക്കാം. സാർ ഇവിടെ പ്രദേശത്തും വരാൻ പോവുകയാണ്. അതേപോലെ ലഭ്യമായിട്ടുണ്ട്. വിയൂർ യുവജന സംഘം പുലിക്കളി സമിതിയുടെ കൊടിയേറ്റം കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ നിർവഹിച്ചു. പുലിക്കളി സംഘം ഭാരവാഹികളായ TS സുമേഷ്, KK ദാസൻ, AK ജയകൃഷ്ണൻ, സിപ്നി ഷിജോ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നീണ്ടൂർ പാലക്കപ്പറമ്പിൽ ഖദീജക്കുട്ടിയാണ് ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവ് നേടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ EV അനഘ, പഞ്ചായത്ത് അംഗം CV സുഭാഷ്, കൃഷി അസിസ്റ്റന്റ് MS അരുൺ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് വികസന പ്രചരണ കാൽനട ജാഥയ്ക്ക് തുടക്കം. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. P ചന്ദ്രൻ, CU പ്രിയൻ, KK അനിൽ, OS സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവരുടെ നേരെ കുറ്റപത്രം വെച്ചുകൊണ്ട് CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. ആർട്ടിസ്റ്റ് സോമൻ അദീനയും 100-ൽ പരം ശിഷ്യരും ചേർന്ന് മുകുളങ്ങൾ എന്ന പേരിൽ ഒരുക്കുന്ന ചിത്രകലാ പ്രദർശനം വ്യാഴാഴ്ച തൃശൂരിൽ ലളിതകലാ അക്കാദമിയിൽ ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. സോമൻ അദീന, ഹരിത ശ്രീധരൻ, V രാമകൃഷ്ണൻ, ആർട്ടിസ്റ്റുകളായ AM രഞ്ജിനി, ശ്രീകല ദേവാനന്ദ്,
എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 6ാം വാർഡ് അംഗം സിൽജി ജോജു അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ, CDS ചെയർപേഴ്സൺ രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശക്തൻ തമ്പുരാൻ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണ പരിപാടികളുടെയും വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സേവന പദ്ധതികളുടെയും ഉദ്ഘാടനം നടന്നു. കോപ്പറേറ്റീവ് കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. മോഹനൻ നാടോടി, എഡിസൺ ഫ്രാങ്ക്, രഘു പണിക്കർ, KG രഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് മണിയൻ കിണർ ഉന്നതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസി, അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ MK രഞ്ജിത്ത്, ഡോക്ടർ TV ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി സർവീസ് സഹകരണ സംഘവും കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഓണം സഹകരണ വിപണി മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം പ്രസിഡന്റ് KN മനോജ് അധ്യക്ഷത വഹിച്ചു. ഷൈനി കൊച്ചുദേവസി, KV ഷിജു, KK സുരേഷ് ബാബു, TK പ്രഭാത് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ ഫുട്ബോൾ അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ രക്ഷാധികാരി ഉണ്ണി മങ്ങാട് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച മനപ്പടിയിലെ വടക്കൂട്ട് ചാക്കുണ്ണി മെമ്മോറിയൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയർ VC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, KM അഷ്റഫ്, സിന്ധു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പാടം. സീഡ് ഫാമിലെ ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ S മിനി, കൃഷി അസിസ്റ്റന്റ് P പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. ഓണത്തോടനുബന്ധിച്ച് ഫർണിച്ചറുകൾക്ക് മികച്ച ഡിസ്കൗണ്ടുമായി തൃശൂർ പേരാമംഗലത്തെ പെർഫെക്റ്റ് ഹോമിന്റെ ഓണം മെഗാ സെയിൽ. ഇതിനോടകം ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച സ്ഥാപനമാണ് 6 വർഷമായി തൃശൂർ കുന്നംകുളം റോഡിൽ പേരാമംഗലം സെന്ററിൽ ജോയ്സ് റെസിഡൻസി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹോം ഫർണിഷിംഗ് ആൻഡ് ബ്ലൈൻഡ്സ്. ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ആവശ്യമായ എല്ലാത്തരം ഫർണിച്ചറുകളും മിതമായ വിലയിൽ ലഭ്യമാക്കുന്ന പെർഫെക്റ്റ് ഹോം ഇക്കുറിയും ഓണത്തിന് കൂടുതൽ ഡിസ്കൗണ്ടുകളുമായാണ് മെഗാ സെയിലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. തേക്ക്, അക്വേഷ്യ, മഹാഗണി, റബ്വുഡ് മരങ്ങളിൽ മികച്ച ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ഡിസൈനുകളിലും നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരമാണ് വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുള്ളത്. വിവിധ മോഡലുകളിലുള്ള സെറ്റുകൾ, ടീപ്പോയ്, ഡൈനിങ് ടേബിൾ, കസേരകൾ, കട്ടിലുകൾ, കിഡ്സ് ടേബിൾ സെറ്റ്, സ്റ്റീൽ അലമാരകൾ, ഫൈബർ ചെയർ, ഓഫീസ് ചെയറുകൾ, ടേബിളുകൾ, ബെഡുകൾ, റബ്ബർ മാറ്റുകൾ, ഫ്ലോർ മാറ്റുകൾ, ഫ്ലവർ വേസുകൾ, ഫ്രെയിം ഫോട്ടോസ് എന്നിവയുടെ ആകർഷകമായ കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബെഡുകൾ 5 മുതൽ 50% വരെ സ്പെഷ്യൽ ഓഫറുകളിലൂടെ സ്വന്തമാക്കാം. കൂടാതെ പെർഫെക്റ്റ് ഗ്രൂപ്പിന്റെ സ്വന്തം ഉൽപ്പന്നമായ PVC കർട്ടനും സീബ്ര കർട്ടനും മിതമായ നിരക്കിൽ ആവശ്യാനുസരണം ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ സൗജന്യമായി വീടുകളിൽ എത്തിച്ചും നൽകും. ഓർഡറുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 9846415590. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9355 രൂപ, പവന് 74,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി. നാലോണ നാളിലെ പുലിക്കളിക്ക് തൃശൂരിൽ കൊടിയേറി. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 9 വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി. 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കയ്പമംഗലം സ്വദേശിനി മരിച്ചു. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ പിക്കപ്പ് വാനിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ വിവാദം അവസാനിച്ചതായും ഈ വിഷയത്തിൽ ഇനി ചർച്ചയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM അഹങ്കരിക്കേണ്ടെന്നും ചില കാര്യങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും സതീശൻ. MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് കോടതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് കോടതി മതിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും വിശദവാദം കേൾക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.